നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ ഗുണ്ടകളായി കഴിഞ്ഞാൽ സ്ഥിതി എന്താണെന്നുള്ള അറിയാമല്ലോ. കാരണം സ്ത്രീകളുടെ അക്രമം ഇപ്പോൾ കുറവാണ്. സ്ത്രീ ഗുണ്ടകളെ പറ്റി നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള വളരെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഭാഗത്തൊക്കെയാണ്, വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കും. എന്നാൽ ഇന്നലെ കേട്ട ഒരു ന്യൂസിൽ കൊല്ലത്ത് വിവേക് എന്ന ഒരു പോലീസുകാരൻ്റെ ബൈക്ക് 2 യുവതികൾ കത്തിക്കുകയാണ്. അപ്പം ഇവര് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് കത്തിച്ചത്. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവേക് എന്തോ ഈ KSTU പ്രവർത്തകരുമായിട്ട് എന്തോ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അപ്പോൾ വിവേക് അവരെ ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്, അടിച്ചു എന്നാണ് പറയുന്നത്. അടിച്ചെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ കേസ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പോലീസ് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പം അതാണെന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പം ഈ ബുള്ളറ്റ് കത്തിക്കാൻ കാരണം ഈ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് വിവേകിൻ്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ഇവർ കത്തിച്ചു. അപ്പം ഇതിൽ 2 സ്ത്രീകളാണ്. അപ്പോൾ അവർ ഇപ്പം പോലീസിൻ്റെ പിടിയിലാണ്. അപ്പോൾ ഇനി തുടർന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ബുള്ളറ്റ് കത്തിച്ചത് 2 യുവതികളെന്ന് അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ചൂർനാട് സ്വദേശി ആരതി, ഇടുക്കി സ്വദേശി ഗായത്രി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവേകും ആരതിയും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് ബൈക്ക് കത്തിക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വിഷം കഴിച്ച ആരതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും മിഥുൻ സുധാകരൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. മിഥുൻ, രാഷ്ട്രീയ വൈരാഗ്യമാണ് അത്തരത്തിലുള്ളൊരു വീട്ടിൽ കയറി ബുള്ളറ്റ് കത്തിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നതെന്നായിരുന്നു ഇന്നലെയൊക്കെ വന്ന വാർത്തകൾ. അതിലൊരു വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കസ്റ്റഡിയിലുള്ള ആരതിയുടെ ആരോഗ്യനില നിങ്ങൾ ആ ന്യൂസ് കണ്ടോ? അത് ആരതിയും വേറൊരു പെണ്ണിന്റെ പേരും പറഞ്ഞു. ഇവർ തമ്മിലാണ് ഈ 2 പെണ്ണുങ്ങളാണ് ഈ ബൈക്ക് കത്തിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാരനായ വിവേകും ആരതിയും തമ്മിലുള്ള ഒരു വൈരാഗ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് കത്തിക്കാൻ കാരണം എന്നാണ് പറയുന്നത്. എന്തായാലും ആരതി സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം അവിടെ ചെന്നിട്ട് അവൾ വിഷം കഴിച്ചു. കാരണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ പോലീസുകാർക്ക് തലവേദനയാണെന്നുള്ള അറിയാമല്ലോ. പോലീസുകാരുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൂങ്ങിവരനുണ്ടായാലും എവിടെ വിഷം കഴിച്ചാലും ഒക്കെ അവർ പോയി നോക്കണം. അപ്പോൾ ഈ വ്യക്തിവൈരാഗ്യ പ്രശ്നത്തിൻ്റെ പേരിൽ ഇതുവരെ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യമാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് ഇതുവരെ കേസെടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും ഈ വിവേക് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബൈക്ക് കത്തിച്ചതിന് അതിന് തക്കതായ ചിലപ്പോൾ ശിക്ഷ വാങ്ങേണ്ടതിന് വരും. അപ്പോൾ അവിടെ ആ കേസിൽ നിന്ന് ഒഴിവാകാനായിട്ടാണ് അവിടുന്ന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ആരതി. മനസ്സിലായില്ല? മറ്റു സാധനത്തിൻ്റെ പേര് എന്താണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൂടി കാണാം. ആ വീഡിയോ കണ്ടില്ല? 2 സ്ത്രീകൾ, പെണ്ണുങ്ങൾ, ഇവർ രണ്ടാളും റോഡിലൂടെ നടന്നു പോണ ഒരു വീഡിയോ ആണ് കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവരുടെ വ്യക്തിപരമായ വൈരാഗ്യം എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. പോലീസ് ഓഫീസറായിട്ടുള്ള വിവേകിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്തായിരുന്നു. അതിൽ പറഞ്ഞത് വിവേക് നേരത്തെ ഈ കോളേജിൽ വെച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളെ അടിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിൽ കൊണ്ടെത്തിച്ചത് എന്നതായിരുന്നു ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം ഈ കേസിനെ വഴിതിരിച്ച് വിടാനായിട്ട് പ്രതികൾ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നത് പോലീസ് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു. പലതരത്തിൽ അന്വേഷണം നടത്തി. ഈ ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ ബുള്ളറ്റ് കത്തിച്ചത്. അതായത് വിവേകിന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ചിരുന്ന ബുള്ളറ്റ് കത്തിച്ചത്. അതിനുശേഷം സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു. ആ സമയം, രാത്രി സമയം, അതുവഴി വന്ന വാഹനങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു. ഒരു ഓട്ടോയ്ക്ക് അതുവഴി എത്തിയ ഒരു ഓട്ടോയിൽ എത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ആ ഓട്ടോയിൽ പണം നൽകിയത് ഗൂഗിൾ പേ വഴിയായിരുന്നു. അങ്ങനെ ഗൂഗിൾ പേ വഴി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2 യുവതികളാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവേകിന് ഒരു ഭീഷണിക്കത്ത് വന്നിരുന്നു. അതിങ്ങനെയാണ്:
ഈ പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിനൊരു ഭീഷണിക്കത്ത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലാണെന്ന് തോന്നുന്നു. കോളേജിലുള്ള ആ സംഘടനത്തിൽ, കോളേജിലോ എവിടെ ആയിക്കോട്ടെ, അവിടെയുള്ള KSTU പ്രവർത്തകരെ ഇദ്ദേഹം ആക്രമിച്ചെന്നുള്ള പേരില്ല. ഞാനിത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇദ്ദേഹം പിന്നെ അവിടെ പോയി ആക്രമിച്ചെന്നും KSTU പ്രവർത്തകരെ ആക്രമിച്ചെന്നുള്ള ഒരു വാർത്ത ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതേ തുടർന്ന് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭീഷണിക്കത്ത് എഴുതിയതും ഈ കേസെടുക്കാൻ കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് നിന്നിട്ടാണ് ആ ഒരു ഭീഷണിക്കത്ത് കണ്ടു. അന്ന് രാത്രിയിൽ തന്നെയാണ് ഈ ഇത് കത്തിക്കുന്നത്. രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. കാരണം രാത്രിയിലത്തെ CCTV ദൃശ്യങ്ങളാണ് ആ റോഡിൽ കൂടെ ഇവർ നടന്നു പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ സമീപത്തൂടെ ആ റോഡ് ഇവരുടെ ഈ വിവേകിൻ്റെ വീടിൻ്റെ മുമ്പിലൂടെയാണ് ആ റോഡ് പോകുന്നത്. ആ റോഡിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോണ സമയത്ത് ഈ സ്ത്രീകൾ രണ്ടും, ഈ പെണ്ണുങ്ങൾ രണ്ടും അവിടെ റോഡിലിറങ്ങി ഈ ബൈക്ക് കത്തിച്ചതിന് ശേഷം റോഡിലിറങ്ങുന്നു, കൈ കാണിക്കുന്നു ഒരു ഓട്ടോറിക്ഷയ്ക്ക്. ആ ഓട്ടോറിക്ഷ വന്ന് നിർത്തുന്നു. ആ ഓട്ടോറിക്ഷ കയറിപ്പോകുന്നു. ആ ഓട്ടോറിക്ഷേൻ്റെ നമ്പർ ചേസ് ചെയ്ത് പോലീസ് പിടിക്കുന്നു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത് 2 പെണ്ണുങ്ങൾ വന്നതാണ്, അവർ ഗൂഗിൾ പേ വഴിക്കാണ് പൈസ തന്നത്. അപ്പോൾ ആ ഗൂഗിൾ പേ നമ്പർ വെച്ചാണ് ഇവരെ ട്രേസ് ചെയ്ത് പിടിച്ചത്. മറ്റവള് എങ്ങനെയും കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മരിച്ചു കഴിഞ്ഞാൽ കേസ് വരുമല്ലോ. അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എവിടെയെങ്കിലും അടക്കാം. കാരണം പിന്നെ മരിച്ചവനോട് ആരും പോലീസുകാർ ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇവള് ഇവള് ആത്മഹത്യ ചെയ്തത്. പക്ഷെ അത് പോലീസ് തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ബോധം തെളിയുമ്പോഴോ ഒക്കെ ഇവരുടെ നല്ല സുബോധത്തിൽ വരുമ്പോഴൊക്കെ അത് വിഷമൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം എങ്ങനെയാണ് അപകടനില തരണം ചെയ്തതിൻ്റെ ശേഷം ഈ അപകട നില കുഴപ്പമല്ല തൃപ്തികരമാണെന്നുള്ള കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം ചെയ്യും. എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പോലീസുകാർ. ഇനി അടുത്തത് വേറൊരു വീഡിയോയും കൂടെ പറയാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവേകും ആരതിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു. ആ വിവാഹം മുടങ്ങിയതാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്, ഈ ആക്രമണത്തിന് കാരണം, ബൈക്ക് കത്തിക്കാൻ കാരണം. അപ്പം അത് ചിലപ്പോൾ ആരെങ്കിലും മുടക്കിയതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങിയിട്ടുണ്ടാകും. വേറെ കുടുംബ പ്രശ്നമോ അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മുടക്കിയാണെന്ന് പറയുന്നു. ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് ഈ മോട്ടോർ ബൈക്ക്, അതായത് ബുള്ളറ്റ് കത്തിക്കാൻ കാരണം എന്നാണ് പറയുന്നത്. എന്തായാലും ബുള്ളറ്റ് കത്തിച്ചുകൊണ്ട് കാര്യം നടക്കുമോ? എന്തായാലും ഇനി പണി 8ന്റെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വിവേകിനും ഇടയിൽ ഉണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരുന്നു ഈ ആക്രമണത്തിൽ കൊണ്ടെത്തിച്ചത് എന്ന നിഗമനത്തിലേക്ക് ഒടുവിൽ പോലീസ് എത്തി. ആരതിയും വിവേകും തമ്മിൽ നേരത്തെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു. പിന്നീട് അത് മുടങ്ങിപ്പോയി. അതിലൊക്കെ ഉണ്ടായ ഒരു വൈരാഗ്യമാണ് ഇപ്പോൾ ഈ ബുള്ളറ്റ് കത്തിക്കുന്ന ഒരു സംഭവത്തിൽ കൊണ്ടെത്തിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആരതിയെയും അതുപോലെ തന്നെ ഈ ഗായത്രിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടയിലാണ് ഈ കസ്റ്റഡിയിൽ വെച്ച് ഈ വിഷം കഴിച്ചു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ആരതി വിഷം കഴിച്ചു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ആരതിയെ പിന്നീട് ചികിത്സയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ തുടരുകയാണ്. വലിയ ഞെട്ടൽ എല്ലാവർക്കും ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണിത്. രാഷ്ട്രീയ വൈരാഗ്യം എന്ന രീതിയിലേക്ക് പോകേണ്ട ഒരു കേസായിരുന്നു. അതായത് KSU പ്രവർത്തകരിലേക്കായിരുന്നു ഇതിന്റെ ഒരു ആരോപണം നീണ്ടത്. അതെല്ലാം തന്നെ പൊളിഞ്ഞു. ഈ പ്രാദേശികമായിട്ടുള്ള സഹായം ഈ പ്രതികൾക്ക് ലഭിച്ചോ എന്ന സംശയം കൂടി പോലീസിനുണ്ട്. കാരണം വിവേകും ഈ KSU പ്രവർത്തകരും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെയൊക്കെ കാര്യം മനസ്സിലാക്കിയ ആരെങ്കിലും ഈ കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കാമോ? കണ്ടില്ലേ? അപ്പൊ ഇതാണ് അവിടെ നടന്നത്. അപ്പം ഇത് ആദ്യത്തെ വീഡിയോയിൽ ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോയിൽ ഇവര് ബൈക്ക് കത്തിക്കാൻ ഈ KSTU പ്രവർത്തകരാണെന്ന് പറയുന്നു. അപ്പൊ ഇവര് തന്ത്രപൂർവ്വം രക്ഷപ്പെടാനുള്ള ഇവര് കരുതിക്കൂട്ടി ആസൂത്രിതമായിട്ടൊരു പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ആ KSTU പ്രവർത്തകരുടെ ഈ പോലീസുകാരനായ നമ്മുടെ വിവേക് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെയാണല്ലോ ഇപ്പോൾ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇപ്പം പൊളിഞ്ഞിട്ടുണ്ട്. സംഗതി പൊളിഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാളും അറസ്റ്റിലാണ്. മറ്റവളുടെ വിവരമൊന്നും കിട്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല പോലീസ്. ആളവിടെ ഉണ്ട്. പക്ഷെ ഇവളാണ് ആരതിയാണ് വിഷം കഴിച്ചത്. മനസ്സിലായല്ലോ? അവളുടെ പേരെന്തോ ഒരു പേരാണ്. അവരുടെ ഈ ആരതിയുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട്.
അപ്പോൾ എന്തായാലും പോലീസുകാരുടെ കാര്യം ചില സമയങ്ങളിൽ അവരുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ പാവങ്ങളാണ്. കാരണം ഇതുപോലുള്ള ഓരോ നൂലാമാലകളിൽ പോയിട്ട് കൈയിടേണ്ടി വരുമല്ലോ. എന്തായാലും ഇപ്പോൾ 8ന്റെ പണി കിട്ടാൻ പോകുന്നുള്ളൂ. ആരതിക്കും കിട്ടും, മറ്റവർക്കും കിട്ടും. ഇതൊക്കെ പറഞ്ഞ് അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണുള്ള കളി. അപ്പം എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ആരുടെ ഭാഗത്താണ് തെറ്റ്, കല്യാണം മുടങ്ങാൻ എന്താ കാരണം എന്നുള്ളത് അങ്ങോട്ട് ശരിക്കും ക്ലിയർ ആയിട്ടില്ല, മനസ്സിലായിട്ടില്ല. അപ്പം ഇനി അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും വീഡിയോ കണ്ടാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ശരി, എന്നാൽ ഗുഡ് ബൈ.